തമിഴ്നാട്ടിലെ മധുരയിൽ CPIM-ന്റെ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞു. അതേപ്പറ്റിയുള്ള മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ഇങ്ങനെ നോക്കുകയായിരുന്നു. എത്ര അപക്വമായിട്ടാണ് CPIM-ന്റെ ഒരു പാർട്ടി കോൺഗ്രസിനെ ഇവിടുത്തെ ചില മാപ്രകൾ സമീപിക്കുന്നത് എന്ന് ഇതൊക്കെ കണ്ടപ്പോൾ തോന്നിപ്പോകുന്നു. ഇന്നത്തെ മാതൃഭൂമി മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പത്രം, മുത്തശ്ശി പത്രങ്ങളിൽ രണ്ടാമത് മാതൃഭൂമിയുടെ ഇന്നത്തെ തലക്കെട്ട് എന്താണ് നോക്കുക. ഇനി ബേബിസം ഓരോന്ന് ചാർത്തി കൊടുക്കുകയാണ്. ഇനി ബേബിസം. എന്താ ബേബിസം? ആ തലക്കെട്ടല്ലാതെ എന്താണ് ബേബിസം എന്ന് ആ വാർത്തയിൽ ഒരു വാചകം പോലും ഇല്ല. ഒരു ബൈലനുണ്ട്, ബിജു പരവത്ത്. ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ഒരു അപേക്ഷയാണ് ഇവിടുത്തെ മാപ്രകളെ നോക്കുന്ന ഈ പത്രങ്ങളുടെ തലപ്പത്തിരിക്കുന്ന എഡിറ്റർമാരോട് ഞങ്ങൾക്കൊരു അപേക്ഷയുണ്ട്. ലെറ്ററൈറ്റ് വോയിസിൽ വല്ല കാര്യപരമുള്ളവരെ റിപ്പോർട്ടിങ്ങിന് അയക്കണം. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന് പോയിട്ട് ലോകത്തിലെ ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമേള എന്നൊക്കെ പറഞ്ഞ് ജയിച്ചു വരുന്ന കുട്ടികളോട് 17-കാര് 18-കാര് 15-കാര് പിള്ളേരോട് ടീനേജുകാരോട് ചില കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുന്ന പോലെ അല്ല ഒരു പാർട്ടിയുടെ, അത് CPM ആവട്ടെ, CPIM അല്ല, കോൺഗ്രസ് ആവട്ടെ, ഏതാവട്ടെ, അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഈ എഡിറ്റർമാർ, പത്രങ്ങളിൽ ഇരിക്കുന്ന എഡിറ്റർമാർ ഒരു ക്ലാസ് എടുത്ത് കൊടുത്തിട്ട് വിടണം. എങ്ങനെ പോയിട്ട് ഇതൊക്കെ ചെയ്യണം. സ്കൂൾ കലോത്സവം റിപ്പോർട്ട് ചെയ്യുന്ന ലാഘവത്തോടെയല്ല ഒരു പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള സാമാന്യ മര്യാദ, ബാലപാഠം, ജേർണലിസത്തിലെ മാധ്യമപ്രവർത്തനത്തിലെ ബാലപാഠമെങ്കിലും അറിയാവുന്ന ആൾക്കാരെ റിപ്പോർട്ടിങ്ങിന് അയക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ബേബിസം. ഇനി ബേബിസം ഒരു തലക്കെട്ട്. വാർത്തയിലൊന്നുമില്ല. വാർത്ത നമ്മൾ വായിച്ചു നോക്കുക. എന്താണ് ബേബിസം? CPIM-ന് ഒരു ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് ബ്രാഞ്ച് മുതൽ സമ്മേളനങ്ങൾ നടത്തി. ബ്രാഞ്ച് കഴിഞ്ഞാൽ ലോക്കൽ സമ്മേളനം, ലോക്കൽ കഴിഞ്ഞാൽ ഏരിയ സമ്മേളനം, ഏരിയ സമ്മേളനം കഴിഞ്ഞാൽ ജില്ലാ സമ്മേളനം, ജില്ലാ സമ്മേളനം കഴിഞ്ഞാൽ എല്ലാ ജില്ലകളിൽ നിന്നും വരുന്നവരുടെ സംസ്ഥാന സമ്മേളനം. അത് കൊല്ലത്ത് നടന്നു. അതും കഴിഞ്ഞിട്ടാണ് പാർട്ടി കോൺഗ്രസ് ഇപ്പം മധുരയിൽ നടക്കുന്നത്. 3 വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംഭവങ്ങളാണ്. അത്ര കൃത്യമായ ചിട്ടയോടെ നടക്കുന്ന ഒരു സംഭവമാണിത്. വേറെ ഏത് പാർട്ടിക്ക് ഈ രൂപത്തിൽ, ഈ രീതിയിൽ സംഘടനാ പാഠവത്തോടെ ഇത് നടത്താൻ പറ്റുന്നുണ്ട്? കോൺഗ്രസിന് പറ്റുന്നുണ്ട്, BJPക്ക് പറ്റുന്നുണ്ട്, മുസ്ലിം ലീഗിന് പറ്റുന്നുണ്ട്, ഇവിടുത്തെ ബാക്കി കുറെ ഈർക്കിലി പാർട്ടികളുണ്ട്. ഏതെങ്കിലും പാർട്ടിക്ക് പറ്റുന്നുണ്ട്? ഇത്ര ചിട്ടയായിട്ട് സംഘടനാ തത്വം പാലിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ താഴെ തട്ടും മുതൽ ബ്രാഞ്ച് മുതൽ സംസ്ഥാനം, ദേശീയ പാർട്ടി കോൺഗ്രസ് വരെ നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇനി ബേബിസം. ഈ ബേബിസം എന്താണെന്ന്, എന്ത് തേങ്ങയാണെന്ന് പോലെ ഈ എഴുതിയ റിപ്പോർട്ടർക്ക് വശമില്ല. അത് പബ്ലിഷ് ചെയ്ത മാതൃഭൂമിക്ക് അറിയില്ല. എന്താ ബേബിസം എന്ന വാർത്തയിൽ ഒരു വാചകവും ഇല്ല. നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നു, ഓരോ പേരിടുന്നു. പിണറായിസം. എന്താ പിണറായിസം? എന്താ ബേബിസം? അങ്ങനെ ഒരു ഇസം ഇല്ല. പാർട്ടിക്ക് പാർട്ടിയുടേതായ CPIM-ന് അതിൻ്റെതായ നിലപാടുണ്ട് ഓരോ വിഷയത്തിലും. കേന്ദ്ര സർക്കാരിനോടുള്ള സമീപനം, ഇവിടുത്തെ മറ്റു പാർട്ടികളോടുള്ള സമീപനം, ഇവിടുത്തെ വിഷയങ്ങൾ, കാര്യങ്ങൾ. ബേബിസം. ഇനി ബേബിസത്തിൻ്റെ നാടുകൾ തേങ്ങാക്കൊലയാണ്. ഈ പാർട്ടിയെ പറ്റി പിണറായി വിജയൻ പലപ്പോഴും പറയുന്ന ഒരു വാചകം പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക. നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും ചുണ്ണാമ്പും അറിയത്തില്ല. സ്കൂൾ യുവജനോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഈ പറയുന്ന കുറെ മാപ്രകളെ അവിടേക്ക് അയക്കുക, മധുരയിലേക്ക്. എന്നിട്ട് ബേബിസം, അത് ഇത് എന്തൊക്കെയാണ്? വല്ല അർത്ഥവും ഇതിനുണ്ട്? കഷ്ടം എന്ന് പറയാം.